നമ്മളെല്ലാവരും പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ചില ആളുകളാകട്ടെ നന്നായിട്ട് പാടുന്നവരും ആയിരിക്കും. കരോക്കെ ട്രാക്കിൻ്റെ സഹായത്തോടുകൂടി അവർ എല്ലാ പാട്ടുകളും നന്നായിട്ട് പാടും. പക്ഷേ എല്ലാ പാട്ടിൻ്റെയും കരോക്കെ ട്രാക്ക് നമുക്ക് യൂട്യൂബിൽ പോലും ലഭ്യമല്ല. നമുക്ക് പാട്ട് ലഭ്യമാണെങ്കിലും അതിൻ്റെ കരോക്കെ ട്രാക്ക് നമുക്കെങ്ങനെ നമ്മുടെ മൊബൈലിൽ നിർമ്മിക്കാൻ സാധിക്കും? ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ നമ്മുടെ മൊബൈലിൽ വെച്ച് നമുക്ക് ഏത് പാട്ടിൻ്റെയും കരോക്കെ ട്രാക്ക് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായും പാട്ട് ഇഷ്ടപ്പെടുന്നവർ അതുപോലെ തന്നെ പാട്ട് പാടുന്നവർ അവർക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമ്മുടെ മൊബൈലിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കരോക്കെ ട്രാക്ക് നിർമ്മിക്കാം എന്നത് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ വോക്കൽ റിമൂവർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ വോക്കൽ റിമൂവർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണുക. ഇവിടെ ബ്രൗസ് മൈ ഫയൽ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ഫയൽ മാനേജർ ഇവിടെ കാണിക്കും. ആ ഫയൽ മാനേജർ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം എവിടെയാണ് നിങ്ങളുടെ പാട്ട് ഉള്ളത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഏറ്റവും മുകളിൽ ഇവിടെ ഇമേജ്, ഓഡിയോ, വീഡിയോ എന്നൊക്കെ കാണാൻ സാധിക്കും. ഞാൻ ഓഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ മൊബൈലിലുള്ള എല്ലാ പാട്ടുകളും ഇവിടെ കാണാൻ സാധിക്കും. ഞാനൊരു പാട്ട് ഇവിടെ സെലക്ട് ചെയ്യാണ്. ആ പാട്ട് ഇവിടെ അപ്ലോഡായി വരുന്നുണ്ട്. ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. അത് പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രോസസ്സിങ് പൂർണ്ണമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പസന്ത് ആയേ മേരി ആശികി പസന്ത് ആയേ. ഇപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാൻ സാധിക്കും. ഇവിടെ മ്യൂസിക് എന്നും വോക്കൽ എന്നും രണ്ട് ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മ്യൂസിക്കാണ് ഒഴിവാക്കേണ്ടതെങ്കിൽ മ്യൂസിക്കിൻ്റെ ഭാഗത്ത് നമ്മൾ 0 ആക്കി കൊടുത്താൽ മതി. അതല്ല നമുക്ക് കരോക്കെയാണ് നിർമ്മിക്കേണ്ടത്, അതായത് പാട്ട് ഒഴിവാക്കിയിട്ട് വെറും മ്യൂസിക് മാത്രമാണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ വോക്കൽ എന്ന ഭാഗത്ത് 0യിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും വോക്കൽ കുറച്ച് കൂടുതൽ വെക്കുമ്പോൾ ആ പാട്ട് കേൾക്കാം. വോക്കൽ 0യിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് മാത്രം ഒഴിവായിട്ട് മ്യൂസിക് മാത്രം നിങ്ങൾ കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മ്യൂസിക്, വോക്കൽ, അതുപോലെ തന്നെ മ്യൂസിക്, വോക്കൽ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിവിടെ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ മ്യൂസിക് മാത്രം ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. അത് തിരഞ്ഞെടുത്ത ഉടനെ തന്നെ നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ ഡൗൺലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഡൗൺലോഡിൻ്റെ പ്രോഗ്രസ് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഡൗൺലോഡ് പൂർണ്ണമായിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓഡിയോ എന്ന ഭാഗത്ത് ആ പാട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഏത് പാട്ടിൻ്റെയും നിങ്ങൾക്ക് യൂട്യൂബിൽ പോലും കരോക്കെ ലഭിക്കാത്ത ഏത് പാട്ടും ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ സഹായം ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് കരോക്കെ നിർമ്മിക്കാം. പാട്ട് പാടുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.